കേരള സ്റ്റോറീസ് 2 ട്രെയിലർ കണ്ടോ? ഇതാണോ? ആ കണ്ടു. ഞാനത് കണ്ടിട്ട് ആലോചിക്കുവാണ് ഇതിനകത്ത് എവിടാ കേരളം എന്ന്. കാണിക്കുന്ന മൊത്തം നോർത്തും. പിന്നെ ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഇനി വേറെ വല്ലതും ഞാൻ അറിയാത്ത കേരളം ഉണ്ടോ എന്ന്. ഒരു പക്ക പ്രൊപ്പഗൻഡയാണ് പുഷ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 2026 ഇലക്ഷൻ വരുക, സ്റ്റേറ്റ് ഇലക്ഷൻ. അതിന് മുമ്പ് കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക കേരള സ്റ്റോറീസും ഉണ്ട്. കേരളം കാണിച്ചിട്ടില്ല ട്രെയിലറിൽ. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഈ സെൻസർ ബോർഡ് ഇതൊക്കെ എന്ത് കണ്ടുകൊണ്ട് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നെന്ന്. ജനനായകൻ തടഞ്ഞു വെച്ചു. ഇത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനായിട്ട് കേരള സ്റ്റോറീസ് 2 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ 25 വർഷത്തിനുള്ളിൽ ഇത്രയും ലക്ഷം ആൾക്കാർ നമ്മുടെ, അതായത് ഫുൾ അറൌണ്ട് കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാർ വരണം എന്ന് ആദ്യമേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുക. സിമ്പിൾ ആയിട്ട് ഒരാൾക്കൊരു ചിന്ത തോന്നും, അയ്യോ ഇതാണോ നടക്കുന്നത്. ദൃശ്യം സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് തോന്നും. കാരണം നമ്മള് ഇപ്പൊ സഹോദരങ്ങളായിട്ടും സ്നേഹിച്ച് കഴിയുന്ന ആളുകൾ തമ്മിൽ ഈ ഫിലിം ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അവർ ചിന്തിക്കും, ദൈവമേ ഇനി ഇവരും എന്റെ കൂടെ ഉള്ളവരും ഇങ്ങനാണോ ഇവൻ ചിന്തിക്കുന്നതെന്ന് ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ ഒരു പോയിന്റിൽ തോന്നും. ഇപ്പൊ നമ്മള് ക്രിസ്ത്യൻസാ, നമ്മുടെ കൂട്ടത്തിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 15 പേര് ഒരു കൊള്ളരുതായ്മ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ ക്രിസ്ത്യൻസിനെതിരെ ഇങ്ങനെ ഒരു മൂവി വരിക. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, ദൈവം ഇനി നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ഇങ്ങനെയാണോ കാണുന്നത്, ഈ കാണുന്നത്. അപ്പൊ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യല്ലേ, നമ്മൾ കമ്മ്യൂണിറ്റി അകത്തപ്പെടുകയല്ലേ നമ്മുടെ ചുറ്റുമുള്ള. ലവ് ജിഹാദ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് 2020 സുപ്രീം കോടതി ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 2009, 2014 കാലഘട്ടത്തിൽ കുറെ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് യങ്സ്ത്രീകൾ എന്ന് ക്ലെയിം ചെയ്യുന്നു. അതും നമ്മുടെ കേരള സ്റ്റേറ്റ് അന്ന് പറഞ്ഞു ഇതുപോലൊക്കെ ലീഗലായിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത്, ഫോഴ്സ്ഫുൾ ആയിട്ടൊന്നും നടന്നിട്ടില്ല. ഫോഴ്സ്ഫുള്ളി നടക്കുന്നതിനാണെങ്കിൽ ലവ് ജിഹാദ് അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് കുറെ കേസുകൾ. അത് ഈ പറഞ്ഞ പോലെ മതപരിവർത്തനമാണ് മെയിൻലി. ഈ പിന്നെ ചൂഷണം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, 1-2 കേസുകളൊക്കെ ഉണ്ടായേക്കാം. എന്നും പറഞ്ഞിട്ട് ഇതാണ് നടക്കുന്നത്, ഇതാണ് ബി അവെയർ ഓഫ് യുവർ ഡോട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആൾക്കാരിലേക്ക് പുഷ് ചെയ്യുന്നത്. ഈ ജാതി മതം ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ആൾക്കാരെ ഒരുമിച്ച് നിർത്താനും വർക്ക് എന്നുള്ള സാധനം ഇപ്പൊ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ കാസ്റ്റ് കൊണ്ടുവന്നത്. കുറച്ചുപേര് കാർപ്പൻറ്റർ വർക്ക് ചെയ്യും, കുറച്ചുപേര് സ്റ്റോൺ വർക്ക് ചെയ്യും, കുറച്ചുപേര് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യും. മനസ്സിലായി, അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്താണ് ഈ വർക്ക് ഡിവിഷൻ. അങ്ങനെയാണ് ഈ കാസ്റ്റ് വന്നത്. പിന്നെ ഇത് ഹൈറാർക്കി ആയി മാറി. നീ അവന്റെ മോനാണ്, നീ അത് ചെയ്താൽ മതി. മനസ്സിലായി, ഈ സാധനം വന്നു. അപ്പോഴത്തേക്ക് പിന്നെ റിലീജിയസ് വൈസ് ഒരുമിച്ച് നിർത്താൻ വേണ്ടി റിലീജിയൻ എന്ത് അടിച്ചിട്ട് പിരിഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ പ്രൊപ്പഗണ്ട പോലെ ആൾക്കാരിലേക്ക് പുഷ് ചെയ്ത് വിഷം കുത്തി നിറച്ചോണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരും കാണും. പക്ഷെ അത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇമാതിരി വിഷം തുപ്പരുത്. ലാസ്റ്റ് കണ്ടായിരുന്നു ട്രെയിലറിന്റെ ബീഫിന്റെ. അതെ അത് വല്ലാത്ത സീനാ. കേരളത്തിൽ എനിക്ക് ബ്രാഹ്മിൻസ് അങ്ങനെയുള്ള കാസ്റ്റിൽ വൈസ് ഇൻട്രസ്റ്റ് അല്ലാത്തവരും ബാക്കിയുള്ളവരെല്ലാം ഇത് കഴിക്കുന്നു. ഈ ഒരു വിഷമം തീർക്കാനായിട്ട് നല്ല തേങ്ങ കൊത്തിട്ട് വരട്ടി മുരാന്ന് മുരിച്ച നല്ല 1 കിലോ കപ്പയും കൂടെ വെച്ച് പോത്തിറച്ചി അങ്ങോട്ട് വറുത്തെടുത്തോണ്ട് വന്നാലോ ചെയ്യാല്ലേ.